ആലപ്പുഴ ചാരുമൂട്ടിൽ വിഭാഗീയതയുടെ ഭാഗമായി വെട്ടിനിരത്തപ്പെട്ടെന്ന് ഏരിയ സമ്മേളന വേദിയിൽ തുറന്നടിച്ച SFI വനിതാ നേതാവ്. ചാരുമൂട് ഏരിയ കമ്മിറ്റിയിലാണ് SFI നേതാവ് ശ്രീമോൾ തുറന്നു പറഞ്ഞത്. ഗോഡ്ഫാദർമാർ ഇല്ലാതെ SFIയിൽ വളരാൻ കഴിയില്ലെന്ന് ശ്രീമോൾ തുറന്നടിച്ചു. സംഘടനയിൽ എനിക്ക് പ്രത്യേകിച്ച് ഗോഡ് ഫാദേഴ്സ് ആരുമില്ല. എനിക്ക് എൻ്റെ ഫാദർ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഈ വേളയിൽ എനിക്ക് നിങ്ങളോടായി പറയാനുള്ളത്, ആരുടെയും പാദസേവ ചെയ്ത് സ്വന്തം താല്പര്യത്തിന് വേണ്ടി എങ്ങും ഞാൻ പോയിട്ടില്ല എന്നും എന്റെ നിലനിൽപ്പിന് വേണ്ടി ആരുടെയും കാല് പിടിക്കാൻ ഞാൻ പോയിട്ടില്ല എന്നുള്ളതാണ് എന്റെ സംഘടനാ പ്രവർത്തനത്തിൽ ഞാൻ നേടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. പിന്നെ വെട്ടലുകളും തിരുത്തലുകളും അല്ലല്ലോ സംഘടനാ പ്രവർത്തനത്തിന്റെ അന്ത്യം കുറിക്കുന്നത്. ഞാൻ എവിടെയാണോ അവൈലബിൾ അല്ല എന്ന് പറയുന്നത് അവിടെ തന്നെ ശ്രീമോൾ എന്ന ഞാൻ തുടരും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറഞ്ഞു പോകാനുള്ളത്. രാഷ്ട്രീയത്തിൽ വളരാൻ ഗോഡ് ഫാദേഴ്സ് വേണമെന്ന് SFI പ്രവർത്തിക്കുമ്പോഴേ തന്നെ ശ്രീമോൾക്ക് മനസ്സിലായി എന്നാണ് നമുക്ക് ഈ പ്രസംഗത്തിൽ മനസ്സിലായത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുകയാണ്. അശ്വിൻ, പറയൂ. SFIയുടെ ചാരുമൂട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ശ്രീമോൾ. അതുകൂടാതെ SFIയുടെ MSM കോളേജിലെ സജീവ പ്രവർത്തകയും ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയും കൂടിയാണ്. എന്തായാലും ഈ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ശ്രീമോൾ ഒഴിവാക്കപ്പെട്ടിരുന്നു. അങ്ങനെ അവിടെ നിന്നുള്ള ഒഴിവാക്കൽ പ്രസംഗത്തിലാണ് ഇത്തരത്തിലൊരു ഒരു പ്രസംഗം ഈ ശ്രീമോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പാർട്ടിയിൽ അത് SFIയിലെ തന്നെ വിഭാഗീയതയുടെ ഭാഗമായാണ് താൻ പലയിടങ്ങളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് എന്നുള്ളൊരു കാര്യം ആ പ്രസംഗത്തിൽ തന്നെ തുറന്നു പറയുകയാണ്. ജില്ലാ ഭാരവാഹികളടക്കം വേദിയിലിരിക്കുമ്പോഴാണ് ഈ പരാമർശമുണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ശ്രീമോൾ ഒഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടർ നടപടികൾ എന്താണ്, ഈ പ്രസംഗത്തിൽ അത് പുറത്തു വന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ എങ്ങനെ എന്നുള്ള കാര്യത്തിലൊക്കെ പാർട്ടി തന്നെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ആ വിവാദ പ്രസംഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.